ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ എന്താണ് വിശേഷം എല്ലാവരുടെയും? ഇപ്പോൾ ഓണം എന്നുള്ള പാടമൊക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ? കഠിനാധ്വാനം ഇപ്പോൾ പാഠം നമ്മൾ എടുത്തുകൊണ്ടില്ല, അതും കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് കഴിഞ്ഞ പാഠങ്ങളൊക്കെ മറന്നുണ്ടാവില്ലേ? ഒന്ന് നമുക്ക് ഓർമ്മിക്കേണ്ടതൊക്കെ രണ്ട് പാഠം നമ്മൾ മുമ്പ് റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? എൻ്റെ വല്യമ്മയും ദിനചര്യയൊക്കെ നമ്മൾ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം മൂന്നാമത്തെ പാഠം തൊട്ടാണ് നമുക്ക് റിവിഷൻ ചെയ്യേണ്ടത്. ഏതായിരുന്നു മൂന്നാമത്തെ പാഠം? ഏതാ? സിംഹത്തെ തോൽപ്പിച്ച മുയൽ. അതിൽ അർത്ഥവും വിപരീതം ഇന്ന് പഠിക്കാം നമുക്ക് അല്ലേ? എല്ലാം കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും ഇല്ലേ? അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് പഠിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മളൊക്കെ ഏതാ പഠിക്കേണ്ടത്? അർത്ഥം പഠിക്കേണ്ടത് അല്ലേ? ഏതൊക്കെയാ? എല്ലാവരും നോട്ട്ബുക്കൊക്കെ എടുത്ത് വെച്ചില്ലേ? എന്നാലും അറിയുള്ളൂ മാം എന്താ പറയണേന്നൊക്കെ കേട്ടോ. നോക്കിക്കോളൂ എല്ലാവരും. ഏതർത്ഥം നോക്കൂ. അനവധി. അനവധി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ അല്ലേ? അനവധി മൃഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വളരെയധികം മൃഗങ്ങൾ എന്നൊക്കെ അർത്ഥം. അനവധി എന്ന് പറഞ്ഞാൽ വളരെ എന്നാണ് അർത്ഥം വരിക. ഊഴം. ഊഴം എന്ന് പറഞ്ഞാൽ എന്താ? തവണ. അടുത്തത് മുയലിന്റെ ഊഴം വന്നു. മുയലാണെങ്കിൽ അടുത്ത തവണ പോകേണ്ടത്. തവണ എന്നാണ് അർത്ഥം. പ്രാവശ്യം എന്നൊക്കെ അർത്ഥം വരിക. ഊഴം എന്ന് പറയുന്നത് സമയം, തവണ, പ്രാവശ്യം എന്നൊക്കെ അർത്ഥം വരിക. അപ്പൊ ഊഴം എന്ന് പറഞ്ഞാൽ എന്താണ്? തവണ. അനവധി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? വളരെ അല്ലേ? ബ്രാക്കറ്റ് നോക്കി സ്പെല്ലിംഗ് അക്ഷരത്തിൽ ഞാൻ എഴുതണം കേട്ടോ. അനവധി എന്ന് പറഞ്ഞാൽ വളരെ. ഊഴം എന്ന് പറഞ്ഞാൽ എന്താ? തവണ. അടുത്ത് നോക്കൂ. കുപിതൻ. കുപിതൻ എന്ന് പറഞ്ഞാൽ എന്താ? കോപിച്ചവൻ എന്നർത്ഥം. സിംഹം കുപിതനായി. സിംഹം മറ്റു മൃഗങ്ങളെ എന്താ പറയാ, കുപിതനായി എന്ന് പറഞ്ഞാൽ എന്താ? കോപം എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നർത്ഥം. അപ്പോൾ കുപിതൻ കോപിച്ചവൻ, ദേഷ്യപ്പെട്ടവൻ എന്നർത്ഥം അല്ലെ? സിംഹം കുപിതനായി. മറ്റു മൃഗങ്ങളോട് ദേഷ്യപ്പെട്ടില്ലേ സിംഹം? അപ്പൊ കുപിതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോപിച്ചവൻ എന്നർത്ഥം. അത് നോക്കിക്കോളൂ. ഭീഷണിപ്പെടുത്തി. സിംഹത്തെ പോലെ തന്നെ സിംഹം മൃഗങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭയപ്പെടുത്തി. നിങ്ങൾ എല്ലാവരും ഓരോരുത്തരായി എൻ്റെ അടുത്ത് വരണം. സിംഹം മറ്റു മൃഗങ്ങളെ ഭീഷണിപ്പെടുത്തി പറയുന്നില്ലേ? അതിലൊരു സെന്റൻസ് ഉണ്ട്, ഒരു വാചകം അങ്ങനെ അല്ലേ? അപ്പൊ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയപ്പെടുത്തി, പേടിപ്പെടുത്തി എന്നൊക്കെ അർത്ഥം വരിക അല്ലേ? അപ്പൊ ഏതൊക്കെ വരിക? ഭയപ്പെടുത്തി. ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റ് നോക്കി നല്ല ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. ഭയപ്പെടുത്തി എന്നാ പറയുക. അപ്പൊ ഏതൊക്കെ അർത്ഥം? അനവധി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ അല്ലെ? ഊഴം, തവണ. കുപിതൻ, കോപിച്ചവൻ. ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ? 4 അർത്ഥമേ ഉള്ളൂ ആ പാഠത്തില്. വിപരീതമാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഏതൊക്കെയാണ് വിപരീതം നോക്കൂ. ശക്തൻ, സമ്മതം, ശത്രു. ശക്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? ശക്തിയുള്ളവൻ എന്നൊക്കെ അർത്ഥം അല്ലെ? നേരെ വിപരീതം എന്താ? ശക്തിയില്ലാത്തവൻ എന്നുള്ള അർത്ഥം വരുന്നത് അശക്തൻ. അപ്പോൾ ഒരു ആ ശക്തന്റെ മുമ്പിൽ എന്താ? ഒരു ആ ചേർത്ത് കൊടുത്താൽ അശക്തൻ വിപരീതമായി. വേറൊരു വ്യത്യാസവും ഇല്ലല്ലോ. അശക്തൻ എഴുതുക, പിന്നെ ശക്തൻ അങ്ങനെ എഴുതുക. അപ്പോൾ ശക്തന്റെ വിപരീതമായി അല്ലേ? അടുത്ത് നോക്കിക്കോളൂ. സമ്മതം. ഇതേപോലെ തന്നെ വിസമ്മതം. ഒരു വി ചേർക്കാദ്യം, പിന്നെ സമ്മതം എഴുതുക. വിസമ്മതം. അടുത്തത് എന്താ നോക്കൂ. ശത്രു. ശത്രു എന്ന് പറഞ്ഞാൽ എന്താ? മിത്രം അല്ലേ? ശത്രുവാണ്. നേരെ ഓപ്പോസിറ്റ് മിത്രം, സുഹൃത്ത് എന്നൊക്കെയുള്ള അർത്ഥം വരും. മിത്രം അല്ലേ? എന്താ? 3 വിപരീതമേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആണ്. ശക്തൻ വിപരീതം അശക്തൻ, സമ്മതം വിസമ്മതം, ശത്രു മിത്രം. ഇന്നിപ്പോ മൊത്തം 7 നമ്മൾ പഠിച്ചു കേട്ടോ. ഇത് നോക്കൂ. 4 അർത്ഥവും വിപരീതം 3 ഉണ്ട്. 5, 6, 7. 7 ആകെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ 7 നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? റഫ് എടുത്ത് ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം എഴുതുക, ആൻസർ 5 പ്രാവശ്യം എഴുതി പഠിക്കണം. എന്നിട്ട് മാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മാമിനെ കാണിച്ചു തരണം. ആരൊക്കെ എഴുതി പഠിക്കാത്തുണ്ടെങ്കിൽ മാം നോക്കൂട്ടോ. മടി കാണിക്കാണ്ട് എഴുതണം. നമ്മൾ കഠിനാധ്വാനിയുള്ള പാഠം പഠിച്ചത് എന്താ? അലസത പാടില്ല എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ നല്ല മക്കളായിട്ട് ഇത് മുഴുവൻ എഴുതി പഠിക്കണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം പോരെ? നന്ദി, നമസ്കാരം.